ചേച്ചി എന്താണ് ഒരാൾ കയറി വരുമ്പോൾ അവരോട് പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങൾക്ക് കുറച്ച് വർക്കുകൾ ഉണ്ടാകും, അത് ചെയ്യാൻ തയ്യാറാണെങ്കിൽ മാത്രം വന്നാൽ മതി എന്നുള്ളതാണോ? അതല്ല, ഈ വർക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്കൂളിൽ കൊടുക്കുന്ന ഹോംവർക്ക് ഒന്നും അല്ല. നമ്മൾ ഒന്ന് നമ്മുടെ എന്താ പറയാ ചിന്തകളൊന്ന് പോസിറ്റീവ് ആക്കുക, അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക, നന്ദി. ഞാൻ വീണയെ ഫസ്റ്റ് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു താങ്ക് യു സോ മച്ച് വീണ. കാര്യം വീണയുടെ അടുത്തേക്ക് വന്നതിന് ശേഷമാണ് എൻ്റെ ലൈഫിൽ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടായത്. അപ്പം ഞാൻ ആ പറഞ്ഞ നന്ദി അതെൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന കാര്യമാണ്. അപ്പം ഇതുപോലെ നിങ്ങൾ ഓരോ നിമിഷവും നന്ദിയോടെ ജീവിക്കുക, നന്ദി പറയും. ഇതൊക്കെ ഒരു ജോലിയായിട്ട് തോന്നുന്നു, ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നും, മനസ്സിലാവുന്നു. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കണം. ഇപ്പൊ ചിലര് ചോദിക്കും ഇതൊക്കെ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ എല്ലാ ദിവസവും ബ്രഷ് ചെയ്യുന്നുണ്ട്, എല്ലാ ദിവസവും കുളിക്കുന്നുണ്ട്, ശരീരത്തെ ഈ ശുദ്ധമാക്കി വെക്കാനായിട്ട് നമ്മൾ കുളിയും ബ്രഷിങ്ങും ഒക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ എല്ലാ ദിവസവും മെഡിറ്റേഷൻ ചെയ്യണം. ഈ പ്രാക്ടീസുകൾ നമ്മുടെ ജീവിതചര്യയാക്കി മാറ്റണം. ചിലർക്ക് ഒന്നിനും വയ്യ, മടിയാ. എനിക്ക് റിസൾട്ട് കിട്ടണം, എനിക്ക് കോടീശ്വരനാകണം, എനിക്ക് ഇഷ്ടം പോലെ സമ്പത്ത് ഉണ്ടാകണം, സക്സസ്ഫുൾ ആകണം, ഓരോരുത്തരുടെ സക്സസ് കാണും, എനിക്ക് ഇതൊക്കെ നേടണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ആക്ഷൻ എടുക്കാതെ റിസൾട്ട് കിട്ടുക എന്നുള്ളത് നടക്കുന്ന കാര്യമല്ല. അപ്പൊ ഈ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ഹോംവർക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ ആനക്കാര്യമല്ല, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, വലിയ റോക്കറ്റ് സയൻസ് ഒന്നും ക്ലാസ്സിൽ പഠിപ്പിക്കുന്നില്ല. ചെറിയ ചെറിയ കാര്യങ്ങൾ, നമ്മുടെ വീട്ടിൽ ഓരോരുത്തരോടും പെരുമാറേണ്ട രീതികൾ, അങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളിലൊന്നും മാറ്റം വരുത്തി കഴിഞ്ഞാൽ മാറാവുന്നതേ ഉള്ളൂ. അല്ലാണ്ട് വലിയ വലിയ കാര്യങ്ങളൊന്നും നമ്മൾ പറയുന്നില്ല. അപ്പൊ ഈ ആക്ഷൻ എടുക്കാൻ മടിയുള്ളവരാണ് ഈ രീതിയിൽ പറയുന്നത്.